Hey everyone! So it's officially 2 days until my graduation. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോളേജിൽ ഗ്രാജുവേഷൻ ഗൗണും കുറച്ച് ആക്സസറീസും പിക്കപ്പ് ചെയ്യാൻ പോവാണ്. മെയ് 5th, 6th, 7th ഈ 3 ഡേയ്സിൽ നമുക്ക് പിക്കപ്പ് ടൈം ഉണ്ടായിരുന്നെങ്കിലും എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയ് 7th പോയി പിക്കപ്പ് ചെയ്യുന്നത്. അതുമല്ല ഈ 3 ഡേയ്സ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് അവർ ഗ്രാജുവേഷൻ അതായത് കോൺവൊക്കേഷൻ ആ ഒരു ടൈമിൻ്റെ 1 hour ബിഫോർ നമുക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ടും ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ടൈം കിട്ടിയതെന്ന് ഞാൻ ഇന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ടും എനിക്ക് വർക്കൊന്നും ഇന്നില്ലാത്തതുകൊണ്ടും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ എത്തിയപ്പോഴത്തേന് കോളേജിൽ ഫുള്ള് സെലിബ്രേഷൻ മൂഡാണ്. റെഡ് ബുളിൻ്റെ പടമുള്ള ജീപ്പും കാറും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്രാഡ്സിനുള്ള സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് വന്നു. ഓക്കെ, ഞാൻ പോയിട്ട് ഗ്രാജുവേഷൻ ഗൗൺ ആൻഡ് കുറച്ച് ആക്സസറീസ് പിക്കപ്പ് ചെയ്തു. എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ക്യാനോ സ്റ്റുഡൻറ്റ് ID കൊണ്ടുപോകണമായിരുന്നു, നമ്മുടെ കോളേജിൻ്റെ ID കൊണ്ടുപോകണമായിരുന്നു ഇതൊക്കെ കിട്ടാനായിട്ട്. ഞാൻ ഈ ID കാണിച്ചു കേട്ടോ. ദിസ് ഈസ് മൈ കോളേജ് ID ആൻഡ് കുറച്ച് അധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ദിസ് വൺ ഈസ് ദ ഗ്രാജുവേഷൻ ഗൗൺ. ഇത് നമുക്ക് റെൻറ്റിന് എടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു വലിയ ഒരു കവറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾ റെൻറ്റിന് എടുക്കുന്നതാണ്. കോളേജ് റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ കോളേജിന് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രാജുവേഷൻ്റെ ക്യാപ്സ് ഇവർ തരുന്നുണ്ട്. ഇതാ, ഇനി ക്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതും കിട്ടിയിട്ടുണ്ട്, ബ്ലൂ. ഇതിൻ്റെ പേരാണ് ചസൽ. ഇത് 2025 എന്ന് ഇതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതാണ് അടുത്ത സംഭവം. ഗ്രാജുവേഷൻ്റെ ഗൗണിൻ്റെ ഫ്രണ്ടിലിടാനുള്ള ഒരു വൈറ്റ് സംഭവം, ലൈക്ക് സ്റ്റോൾ എന്ന് തന്നെ പറയുന്നത്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആണേ. യെപ്പ്, ദിസ് വൺ റൈറ്റ് ഹിയർ. അതാണ് ഇത്. പിന്നെ ഗ്രാജുവേഷൻ്റെ കുറച്ച് ലൈക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു കാർഡ് തന്നിട്ടുണ്ട്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കുള്ളത് മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗ്രാജുവേഷന് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ടിക്കറ്റ്സ്, അതായത് ഇവരൊരു അപ് ടു 3 ടിക്കറ്റ്സ് വരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് അവർക്കൂടെ നമ്മുടെ ഗ്രാജുവേഷൻ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ് ടു 3 ടിക്കറ്റ്സ് കോളേജ് തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ് ടു 3 ആയതുകൊണ്ട് 3 ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ടിക്കറ്റ്സ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു പിക്കപ്പ് ചെയ്തിപ്പോ ഒരു 3 o'clock ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് അസൈഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, മെയ് 7th വീഡിയോ എടുത്തിട്ട് പോയി. എനിക്ക് പിന്നീട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നത് ഗ്രാജുവേഷൻ ഡേയുടെ അന്നാണ്. കാരണം അതിൻ്റെ തലേന്നും ഗൗൺ പിക്കപ്പ് ചെയ്തതിന് ശേഷമൊക്കെ ആയിട്ട് ഡ്രസ്സും അതിൻ്റെ ആക്സസറീസും ഒക്കെ ആയിട്ട് വാങ്ങാനായിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു. ഗ്രാജുവേഷൻ്റെ അന്ന് രാവിലെ ഞാൻ നേരത്തെ കാണിച്ച ടിക്കറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് താങ്ക് യു കാർഡ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് ഒരുങ്ങാനൊക്കെ തുടങ്ങിയത്. ഞാനൊരു ബോഡിക്കോൺ ഡ്രസ് വിത്ത് ഗോൾഡൻ ആക്സസറീസ് ആയിരുന്നു ഇടാനായിട്ട് സെലക്ട് ചെയ്തത്. ഇവിടെ എല്ലാവരും ഗ്രാജുവേഷനൊക്കെ ഇമാതിരി ഡ്രസ്സുകളാണ് ഇടാറുള്ളത്. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ മുടി ചെയ്യാതെയുള്ള ഫൈനൽ ലുക്ക് കേട്ടോ. എന്താ എൻ്റെ ആക്സസറീസ് ഒക്കെ കണ്ടോ, ബാംഗിൾസ്, കമൽസ്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക്. ഇനി ഞാൻ ഹെയർ ചെയ്യാൻ പോയിട്ടുള്ള ഫൈനൽ കാണിച്ചു തരാം. സോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഹെയറും കൂടെ ചെയ്തിട്ടുള്ള എൻ്റെ ഫൈനൽ ലുക്ക്. സെറിമണി തുടങ്ങുന്നതിന് ഒരു 45 minutes പ്രയർ എങ്കിലും എത്തണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്. കാരണം ആദ്യം ഇതേപോലെ ഒരു തിയേറ്ററിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മുടെ ക്യാപ്സ് സ്റ്റോള് ഒക്കെ അവരൊന്ന് ഫിക്സ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് തരും. ക്യാപ്സൊക്കെ ക്ലിപ്പൊക്കെ കുത്തി സെറ്റാക്കി തരും കേട്ടോ. കാരണം നമുക്കത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സെറിമണിയുടെ ഇടയ്ക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് നമ്മളെ ഒരു അറേഞ്ചൊക്കെ ചെയ്തിരുത്തും. എന്നിട്ടാണ് നമ്മളെ മെയിൻ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിങ്ങനെ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഗസ്റ്റുകളിലെ ചിലവരൊക്കെ നമ്മളെ നേരിട്ട് വന്ന് കാണുകയും കൺഗ്രാജുലേഷൻസ് ഒക്കെ അറിയിക്കുകയും ചെയ്തു കേട്ടോ. പിന്നീട് സെറിമോണി നടക്കുന്ന മെയിൻ തിയേറ്ററിലോട്ട് ഞങ്ങളെ എല്ലാവരും ലൈനാക്കി BGM ഒക്കെ ഇട്ട് കൊണ്ടുപോയി കേട്ടോ. നേരത്തെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുത്തിയിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുത്തെ ഒരു നേറ്റീവ് ലേഡി അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരുകയും നമുക്ക് പാട്ടൊക്കെ പാടി തന്നു കേട്ടോ. പിന്നീട് ഇവിടുത്തെ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. Must just walk way past the
പിന്നീട് സ്റ്റുഡൻസിൽ ഒരാൾ തന്നെ കനേഡിയൻ നാഷണൽ ആന്തം പാടിയതിന് ശേഷം ഫുള്ളി പ്രസംഗമായിരുന്നു. ഈ ഇരിക്കുന്നതിൽ ഒരു മിക്കവരും പ്രസംഗിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 1-2 hours ഒക്കെ പ്രസംഗത്തിന് തന്നെ പോയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഭയങ്കര ഒരു ഹാർഡ് വർക്ക്, അതേപോലെ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഒക്കെ റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു ഗ്രാജുവേഷൻ എന്നാണ് പറഞ്ഞത്. നമ്മുടെ വാൽഡിക്ടോറിയൻസും ഒക്കെ പ്രസംഗിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റേജിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്ക് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളവരെ കാണാം. അത് ഇവിടുത്തെ കനേഡിയൻ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒഫീഷ്യൽ സെറിമണി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പ്രോഗ്രാമിന് മാത്രമല്ല, എൻ്റെ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ സെയിം തന്നെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ വേറെ കുറച്ചധികം പ്രോഗ്രാംസിൻ്റെയും കൂടെ എൻ്റേതിൻ്റെ സെയിം ടൈമിൽ തന്നെ അവർക്കും ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ ടൈമിലെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. Gina Mary Phillip. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഉള്ള ഒരു ടെൻഷൻ സ്റ്റേജിലെത്തിയപ്പോൾ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ആയിട്ട് മാറുന്നതും, പിന്നീട് അതെനിക്ക് ഭയങ്കര ഒരു കോളേജൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് അപ്പം തന്നെ ഫീൽ ചെയ്യുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ നമ്മുടെ കുറച്ച് വർഷങ്ങളുടെ കഷ്ടപ്പാട് ഈ സ്റ്റേജിൽ ഒരു മിനിറ്റിൽ അങ്ങ് തീർന്നു. പിന്നീട് വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. Parents and honored guests, it gives me great pleasure to present to you the Keyano College graduating class of 2025. സെറിമണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കഴിക്കാനായിട്ട് സ്നാക്സും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫോട്ടോ ബൂത്ത്സും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലെ വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് എൻ്റെ മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ്റെ പരിപാടിയൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ വീട്ടിലൊന്ന് എത്തിയത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരുടെ അടുത്ത്. സോ അപ്പോൾ കീപ് സപ്പോർട്ടിങ് എല്ലാ കാര്യത്തിലും. ഇപ്പം എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സ്റ്റഡീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.